ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ്. നമ്മൾ ഏകദേശം ഒരാഴ്ചയും കൊണ്ട് 2700ഓളം ഫോളോവേഴ്സിനെ ഉണ്ടാക്കി, ഒരാഴ്ചയും കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു നിമിഷമായിട്ട് ഇത്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് യൂട്യൂബാണല്ലോ. അപ്പോൾ എനിക്ക് എന്തായാലും ഇവിടെ വന്നത് പറയണം, നിങ്ങളോട് എനിക്കത് ഷെയർ ചെയ്യണം. അപ്പോൾ അതെങ്ങനെ എന്താ, അതേപോലെ ചെറിയ ചെറിയ ക്രിയേറ്റേഴ്സിനൊക്കെ ഏറ്റവും നല്ല ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ യൂട്യൂബിൽ മാത്രം വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, ചിലവർ പെട്ടെന്ന് ക്ലിക്കാവും. പക്ഷെ നമുക്ക് ചിലവർ എന്നാൽ മെല്ലെ 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 ക്ലിക്കാവുള്ളൂ. അപ്പം നമുക്ക് ആർക്കും മെല്ലെ മെല്ലെ ക്ലിക്കാവണമെന്ന് ആർക്കും ആഗ്രഹം ഉണ്ടല്ലേ. എത്ര പെട്ടെന്ന് ഇതാവാൻ പറ്റും അത്ര പെട്ടെന്ന് ചാനലിൽ കയറി പോകാനല്ലേ എല്ലാവരും നോക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇൻസ്റ്റ ഇല്ലാത്തവർ ഇൻസ്റ്റയും കൂടി തുടങ്ങുക, എന്നിട്ട് ഇൻസ്റ്റയിലും കൂടി വീഡിയോ ഇടുക നോക്കുക. ഇൻസ്റ്റയിലുള്ള വീഡിയോസ് തന്നെ ഇട്ടാൽ മതി. ഇപ്പോൾ ഇൻസ്റ്റയിൽ ഇടുന്ന വീഡിയോ ഒരിക്കലും യൂട്യൂബിലേക്ക് ഇടാതിരിക്കാൻ നിങ്ങൾ നോക്കും വേണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ തന്നെ ഇൻസ്റ്റയിൽ എന്നിട്ട് ബയോയിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്കും കൂടി കൊടുത്തേക്കുക. അപ്പോൾ ഇൻസ്റ്റയിൽ വന്ന് ഫോളോ ചെയ്യുന്നവർ നേരെ നമ്മുടെ യൂട്യൂബിൽ വന്നിട്ട് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് വാച്ച് അവറും കാര്യങ്ങളൊക്കെ കൂടും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ യൂട്യൂബിലൊന്നും അങ്ങനെ കാണുന്നില്ലല്ലോ എന്ന്. സോ ഞാൻ അതിൻ്റെ ഒരു തിരക്കിലും കൂടിയാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ. അപ്പോൾ എനിക്കൊരു ഗോളുണ്ട്, ഇത്ര വരെ ഫോളോവേഴ്സ് എത്തിക്കണം എന്നുള്ളത്. പിന്നെ ചെറിയ ചെറിയ കൊളാബ്സൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പി കേട്ടോ ഞാൻ. എനിക്ക് 1-2 കൊളാബ് വന്നു. ചിലവരെ നമ്മൾ അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്യണം. അപ്പോൾ എനിക്ക് ഇപ്പോൾ ലാസ്റ്റ് 30 ഡേയ്സിൽ 5 മില്യൺ വ്യൂസാണ് വന്നിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി കൊളാബ് വരാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ 2 കൊളാബ് ഞാൻ ചെയ്യണിച്ചിട്ടിരിക്കുകയാണ്. ഒരുപാട് ബ്രാൻഡ് കൊളാബ്, പെയ്ഡ് കൊളാബ്, ബാട്ടർ കൊളാബ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. കാഴ്ച എനിക്ക് എന്താണെന്ന് പോലെ അറിയത്തില്ല. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കത് നിങ്ങളോടും കൂടി പറയണമെന്ന് തോന്നി. അപ്പോൾ ഇത് എന്ത് കണ്ടൻറ്റ്, എന്ത് തരം വീഡിയോ ചെയ്തിട്ടാണ് ഇത്രത്തോളം വ്യൂസ് കയറിയെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറയും ഫുട്ബോൾ കണ്ടൻറ്റ് ചെയ്തിട്ടാണ്. മെസ്സിയുടെ, റൊണാൾഡോൻ്റെ, നെയ്മറിൻ്റെ എല്ലാവരുടെയും ഫുട്ബോൾ റിയാക്ഷനാണ്. അപ്പോൾ പിന്നെ കാണാതിരിക്കില്ലല്ലോ, എല്ലാവരും കാണുമെന്ന് എനിക്കറിയാം. അത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കയറി പോകുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ നെയ്മറിൻ്റെ മെസ്സിയുടെ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ ആ ഒരൊറ്റ വീഡിയോയ്ക്ക് തന്നെ എനിക്ക് നല്ലപോലെ ഇതുണ്ടായിരുന്നു, വ്യൂസും കാര്യങ്ങളും ലൈക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഓക്കെ ഇത് ഇങ്ങനെ കാരണം ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തോന്നി. ആ ഒരു മൈൻഡിൽ അങ്ങനെ പോയത്. അപ്പോഴാണ് എനിക്ക് തന്നെ ക്ലിക്കായത്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് മോണിറ്റൈസ് ആയല്ലോ. അപ്പോൾ പിന്നെ ക്രോസ് പോസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ബോണസൊക്കെ കിട്ടും. നല്ല കാര്യം കേട്ടോ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മൾ വേണ്ട പോലെ യൂസ്ഫുൾ ആക്കി കഴിഞ്ഞാൽ മാത്രം നമുക്ക് നല്ലൊരു ഗ്രോ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ഒത്തിരി കഷ്ടപ്പെടണം, മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെ റിയാക്ഷൻ ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനൊരു വ്യൂസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കൊണ്ടുവന്നത്. എല്ലാവരുടെ ഒരു വിചാരമുണ്ട് എനിക്ക് മെസ്സി ഫാൻ ആയതുകൊണ്ട് തന്നെ റൊണാൾഡോനെ അത്ര ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ ഇങ്ങനെ എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനകത്ത്. പക്ഷെ അതൊക്കെ ഞാനൊരു കോമഡി ആയിട്ട് എടുക്കുന്നുള്ളൂ. കാരണം ഫാൻസ് തമ്മിൽ അടി ബഹളമൊക്കെ ഉണ്ടാവും. ഒരു മിനിറ്റ്. ഇപ്പോൾ ഈ ഫോണിനകത്ത് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഈ ഫോണിനകത്താട്ടോ. ഈ ഒരു ഫോണിനകത്ത്. ഇപ്പോൾ ഈ ഒരു ഫോണ് ഹസ്ബൻഡിൻ്റെ ഫോണാണ്. പുള്ളി എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വീട്ടിൽ വെച്ച് പോകും പാവം. അപ്പോൾ എനിക്ക് ഇപ്പോൾ എല്ലാത്തിനുള്ള സപ്പോർട്ട് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അതിൽ ഞാൻ ഭയങ്കര ഒരു പ്രൗഡാട്ടോ. കാരണം എന്താ പറയുക, അതങ്ങനെയാണ്. അപ്പോൾ പുതിയ ക്രിയേറ്റേഴ്സിനെ എനിക്ക് പറഞ്ഞു തരണം എന്ന് തോന്നി. നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുകയാണെങ്കിൽ തന്നെ കൂടെ ഇൻസ്റ്റാഗ്രാമും കൂടി ചെറുതായിട്ടൊന്ന് കൊണ്ടുപോകാൻ നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ വീക്കിലി ഒരു 3 വീഡിയോസ് എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ പറ്റില്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ഇട്ട് തുടങ്ങുക. അപ്പോൾ തന്നെ നല്ലൊരു മാറ്റം നിങ്ങളുടെ യൂട്യൂബിലും ഉണ്ടാവും, ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടാവും. കൂടെ തന്നെ ഫേസ്ബുക്കും കൂടി കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് തോന്നുന്നു യൂട്യൂബിന് ഇതിനെക്കാട്ടിലും പെട്ടെന്ന് ഫേസ്ബുക്ക് മോണിയാവും. മോണിയായി കഴിഞ്ഞാൽ നമുക്ക് ഡോളർ കിട്ടും. അതിനകത്തും ഈ $100 $100 ആകുമ്പോൾ വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് അതിനകത്ത്. നമ്മുടെ യൂട്യൂബ് പോലെയല്ല. ബട്ട് യൂട്യൂബ് എന്ന് പറയുന്നത് കുറച്ച് പാടാണൊന്ന് ഗ്രോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടമുള്ള വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊണ്ടേയിരിക്കണം.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കും. പുതിയ പുതിയ അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ സപ്പോർട്ട് തരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് നമ്മുടെ കൂടെ തന്നെ വേണം. നമ്മുടെ ചാനൽ ഇനിയും ഉയർന്ന് ഒരുപാട് ഉയരണ്ട, എന്നാലും അത്യാവശ്യം ഒരു ലെവലിൽ എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് കൂടെ നിങ്ങൾ എന്തായാലും വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരെ ആയിരിക്കും.